ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നോമ്പല്ലേ എല്ലാവർക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത്. പിന്നെ നമുക്ക് നോമ്പ് പറഞ്ഞാൽ തന്നെ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും പിന്നെ സൗണ്ട് കൊടുക്കാനൊന്നും നമുക്ക് തോന്നില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോകും. അപ്പം എന്തായാലും വേണ്ടില്ല, വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, എന്നോടൊരാളൊരു സംശയം ചോദിച്ചതാണ് കേട്ടോ വാട്സപ്പിൽ. പിന്നെ അവർക്ക് ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് 4-5 കോഴീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 മാസമൊക്കെ ഉള്ള പ്രായത്തിലാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അന്ന് മുതലേ അവർ തീറ്റ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 8 മാസമൊക്കെ കഴിഞ്ഞു, അവർ ഇപ്പോഴും കോഴി മുട്ട ഇടുന്നില്ല എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ കിട്ടിയതാണെന്ന് ചോദിച്ചാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്. അതിൽ കിട്ടിയതിൽ ഒരു പൂവനും 2 പൂവനും 3 പെടയുണ്ട്. അതിലൊരു പൂവനെ അവർ ഒഴിവാക്കി. ഒരു പൂവനും 3 പെടയുണ്ട്. ക്രോസിങ്ങൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മുട്ട ഇടുന്നില്ല. 8 മാസമായി അവർ മുട്ടത്തീറ്റൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്ത് തീറ്റയാണ് നിങ്ങൾ കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് മുട്ടത്തീറ്റയാണ് കൊടുക്കണതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, മുട്ടത്തീറ്റ എന്ന് വെച്ചാൽ എന്ത് തീറ്റ എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളുടെ ലെയർ മാഷില്ലേ, അപ്പോൾ ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ ലെയർ മാഷാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, കോഴികൾക്ക് എങ്ങനെയാണ് ഏത് പ്രായത്തിൽ ഏത് തീറ്റ കൊടുക്കണം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടർ, ഗ്രോവർ, ലെയറിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് അത് പോയി ഒന്ന് കാണണം കേട്ടോ. ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ 2 മാസം കഴിഞ്ഞ കോഴിക്കുട്ടികളെയാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് ആ ടൈം തൊട്ടിട്ട് ആ കോഴിക്കുട്ടികൾക്ക് കൊടുക്കുന്നത് മുട്ടത്തീറ്റയാണ്. മുട്ടത്തീറ്റ എന്ന് വെച്ചാൽ നമ്മുടെ ലെയർ മാഷ്. അവർക്കറിയില്ല. അവർ കടയിൽ പോയിട്ട് കോഴിത്തീറ്റ എന്ന് പറയുമ്പോൾ കടയിലുള്ള ആളുകൾ അവിടെ എന്ത് തീറ്റയാണോ ഇരിക്കുന്നത് ആ തീറ്റ നിങ്ങൾക്ക് എടുത്ത് തരും. അപ്പോൾ നിങ്ങളത് കൊടുക്കും. ശരിക്കും നമ്മൾ മുട്ടത്തീറ്റ എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കോഴികൾ മുട്ട ഇട്ട് തുടങ്ങിയതിൻ്റെ ശേഷം മാത്രമാണ് മുട്ടത്തീറ്റ കൊടുക്കാൻ പാടുള്ളൂ. അതിൻ്റെ മുന്നേ നിങ്ങൾ സ്റ്റാർട്ടറും ഗ്രോവറും അതേപോലെ വീട്ടിലെ ഫുഡ് വേസ്റ്റും എല്ലാ കാര്യങ്ങളുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. മുട്ടത്തീറ്റ കൊടുക്കേണ്ടത് മുട്ട ഇട്ട് കഴിഞ്ഞാലാണ്. ലെയർ മാഷിൽ അവർക്ക് വേണ്ടുന്ന മുട്ടയിടാനുള്ള എല്ലാ സപ്ലിമെൻറ്റ്സും എനർജിയുടെ അതും എല്ലാ കാര്യങ്ങളും മുട്ടയിട്ട് തുടങ്ങുന്ന കോഴികൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളുമാണ് മുട്ടത്തീറ്റയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആദ്യം കൊടുക്കേണ്ടത് പ്രീ സ്റ്റാർട്ടർ കൊടുക്കണം, ഗ്രോവർ കൊടുക്കണം, പിന്നെ ലെയർ എന്ന് വെച്ചാൽ ലെയർ മാഷ്, ലെയർ പെല്ലറ്റൊക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ മുട്ടയിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ലെയർ പെല്ലറ്റോ ലെയർ മാഷോ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 2 മാസം മുതൽ ഈ കുട്ടികൾക്ക് മുട്ടത്തീറ്റ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങിയതിൻ്റെ ശേഷം അതുകൊണ്ടാണ് അവർ മുട്ടയിടാത്തത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ കോഴികൾ സാധാ നല്ല സങ്കരയിനം കോഴികളാണെങ്കിലും നാടൻ കോഴികളാണെങ്കിലും ഏറി വന്നാൽ 5-5.5 മാസം അതിൻ്റെ ഉള്ളിൽ മുട്ടയിടും. ഇനി 6 മാസം കൂട്ടിക്കോ, എങ്ങനെ പോയാലും 6 മാസം കഴിഞ്ഞാൽ എന്തായാലും മുട്ടയിടും. അപ്പോൾ നിങ്ങളെന്താ ചെയ്യുക വെച്ചാൽ നിർബന്ധമായിട്ടും നിങ്ങൾ കൊടുക്കേണ്ട പ്രായത്തിൽ ഏത് തീറ്റയാണോ കൊടുക്കേണ്ടത് ആ പ്രായത്തിലത്തെ തീറ്റ മാത്രം കൊടുക്കുക. ലെയർ പെല്ലറ്റോ ലെയർ മാഷോ കൊടുക്കാണ്ട് നമ്മളെ വീട്ടിലത്തെ അരി, ഗോതമ്പ്, ഫുഡ് അതൊന്നും ഓവറാവാതെ ലെയർ പെല്ലറ്റും കൊടുക്കരുത്, ലെയർ മാഷും കൊടുക്കരുത്. അല്ലാതെ സ്റ്റാർട്ടർ, ഗ്രോവർ 1 മാസം വരെ സ്റ്റാർട്ടർ കൊടുക്കുക. 2-ാം മാസം മുതൽ നിങ്ങൾ സ്റ്റാർട്ടറും ഗ്രോവറും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ 3-ാം മാസം തൊട്ട് 2-2.5 മാസം തൊട്ടിട്ട് തന്നെ നിങ്ങൾ ഗ്രോവർ കൊടുക്കുക. പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന എല്ലാ വേസ്റ്റും അവർക്ക് കൊടുക്കുക. പച്ചക്കറി വേസ്റ്റ്, ഫുഡ് വേസ്റ്റ്, അതേപോലെ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ കൊടുക്കുക. ഈ ലെയർ മാഷോ ലെയർ പെല്ലറ്റോ നിങ്ങൾ മുട്ടയിടാത്ത കോഴികൾക്ക് കൊടുക്കുകയേ ചെയ്യരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കോഴികൾ മുട്ടയിടില്ല. അവരെ പ്രായത്തിനനുസരിച്ച് തീറ്റയല്ലേ അവർക്ക് കിട്ടേണ്ടത്. ഇപ്പോൾ നമ്മൾക്ക് ചെറിയ കുട്ടികൾക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ കുറുക്ക് കൊടുക്കേണ്ട സമയത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വലിയ ഹെവി ഫുഡ് കൊടുക്കുമോ? ഇല്ലല്ലോ. അതാത് പ്രായത്തിൽ അതാത് ഫുഡല്ലേ നമ്മൾ കൊടുക്കുക. നമ്മളിങ്ങോട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളിലൊക്കെ മറ്റുള്ള വരിൽ പറഞ്ഞ പോലെ ചോറൂണ് അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കൊടുക്കുക. നമ്മളും എപ്പോഴാണ് കൊടുക്കുക? നമ്മൾ ഈ ഫുഡ് കുറുക്ക് കൊടുക്കൽ കഴിഞ്ഞിട്ട് സാവധാനം 9-ാം മാസമൊക്കെ തൊട്ടിട്ടോ അല്ലെങ്കിൽ 8-ാം മാസമൊക്കെ തൊട്ട് 9 മാസം തൊട്ടിട്ടൊക്കെയാണ് നമ്മൾ ചോറും കറിയൊക്കെ കുട്ടികൾക്ക് കൊടുത്ത് തുടങ്ങുകയുള്ളൂ. അതേപോലെ തന്നെയുള്ള എല്ലാതും നിങ്ങളൊരു കാരണവശാൽ ലെയർ പെല്ലറ്റോ ലെയർ മാഷോ കോഴികൾക്ക് കൊടുക്കരുത്. മുട്ട ഇട്ട് തുടങ്ങിയാൽ ഇപ്പോൾ ഒരു 50 കോഴി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 10 കോഴി, ഇപ്പോൾ ഒരേ പ്രായത്തിലുള്ള 50 കോഴി ഉണ്ടെന്ന് കൂട്ടുക, 50 മുട്ടക്കോഴി ഉണ്ടെന്ന് കൂട്ടുക. അതിൽ ആ 50 മുട്ടക്കോഴിയിൽ 10 കോഴിയെങ്കിലും മുട്ടയിട്ട് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോഴികൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ലെയർ മാഷോ ലെയർ പെല്ലറ്റോ കൊടുക്കാം. അല്ലാതെ നിങ്ങൾ ഗ്രോവർ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതേപോലത്തെ ഫുഡ് വേസ്റ്റുകളും അരി ആയാലും ഗോതമ്പായാലും ഫുഡ് വേസ്റ്റ് ആയാലും ഒക്കെ കൊടുക്കുക. നിങ്ങളിങ്ങനെ ഒരു അബദ്ധം ചെയ്യരുതിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കോഴികൾ മുട്ടയിടില്ല.
അതാണ് ആ കോഴികൾ മുട്ടടാതിരുന്നത്. അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഓവർ ലൈറ്റ്, അതേപോലെ അവർക്ക് വേണ്ടുന്ന സംഗതികൾ അതേ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം കാൽഷ്യവും സപ്ലിമെൻറ്റ്സും അതേപോലെ അവരുടെ ഫുഡും തീറ്റി എല്ലതും ക്ലിയറായിട്ട് പോയി നല്ല ഇതിൽ പോകുന്നൊരു കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ എന്തായാലും 5.5 മാസം 6 മാസം തൊട്ടിട്ട് എന്തായാലും ആ കോഴികൾ മുട്ടയിടും, അത് ഉറപ്പാണ്. കാരണം ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ കോഴികൾ 6 മാസമായി, 6 മാസം 5.5 മാസമായി തുടങ്ങി. ഇപ്പോൾ ഞാൻ എൻ്റെ കോഴികളൊക്കെ മുട്ടയിടാൻ തുടങ്ങി. കാരണം പുതിയ ബാച്ച് ഇപ്പോൾ ഇതിൽ കുറേ പുള്ളിയും അതേപോലെ കുറച്ച് ബാച്ച് കാണാനുണ്ടല്ലോ നിങ്ങൾക്ക്, അവരൊക്കെ ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങി. ഇപ്പോൾ ഈ കാണുന്ന വെള്ളയൊക്കെതാ അവരൊക്കെ 6 മാസം, ഇവനൊക്കെ അതിൽ പെട്ടതാണ്. അതിൽ അവർക്കിപ്പോൾ ഒരു 40 കോഴിക്കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു 10 പൂവനുണ്ടാവും, ബാക്കിയൊക്കെ പേടെ. അവരൊക്കെ ഇപ്പോൾ മുട്ടിട്ട് തുടങ്ങി ഇങ്ങനെ കുറേയൊക്കെ ഞാൻ സെയിലാക്കി, ബാക്കിയൊക്കെ മുട്ടിട്ട് തുടങ്ങി. അതാണ് പറഞ്ഞത്, ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പുള്ളിപ്പടയൊക്കെ ഇപ്പോൾ മുട്ടിട്ട് തുടങ്ങി. അവരൊക്കെ ഫസ്റ്റ് ഈ പുള്ളി, ആ പുള്ളി, ഈ വെള്ള, അതേപോലെ അതിൽ കാണുന്ന ചെറിയ കോഴികളൊക്കെ അവരൊക്കെ ഇപ്പോഴത്തെ ഫസ്റ്റത്തെ കന്നിമുട ഇടുന്ന കോഴികളാണ്. അതൊക്കെ 6 മാസം 5.5 മാസമായ കോഴികളാണ്. 6 മാസം ആവണു, 5.5 മാസം കഴിഞ്ഞ് 6 മാസം ആവണം. അവരൊക്കെ ഇപ്പോൾ മുട്ടിട്ട് തുടങ്ങി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ എന്തായാലും മുട്ടിടും. അപ്പോൾ നിങ്ങൾ ഈ അതാത് പ്രായത്തിൽ കൊടുക്കേണ്ട തീറ്റ അല്ലാതെ കൊടുക്കുന്ന സമയത്താണ് കോഴികൾ മുട്ടയിടാതെ നെയ്യ് കെട്ടിയിട്ടും അതേപോലെ അങ്ങനെ ആയിട്ട് മുട്ടയിടാതെ ഇരിക്കുക. അങ്ങനെ നിങ്ങളൊരു കാരണവശാലും ചെയ്യരുത്. തീറ്റ ശരിയാക്കി കൊണ്ടുവരിക, ശരിയാക്കി കൊടുന്ന് അവർക്ക് വിറ്റാമിൻസും കാൽസ്യവും അതേപോലെ മിനറൽസും വലിയതും കൊടുത്ത് സെറ്റാക്കി ശരിയാക്കി കൊടുന്നതിൻ്റെ ശേഷമാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും 6 മാസം മുതൽ മുട്ടയിടും. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുവരുന്ന കോഴികൾ നമുക്ക് പഞ്ചായത്തിൻ്റെ സ്കീമിൽ കിട്ടുക 3 മാസം 2 മാസം 3 മാസം ആയ കോഴികളാണ്. അവർക്ക് ഒരിക്കലും നിങ്ങൾ ലെയർ പെല്ലറ്റോ ലെയർ മാഷോ കൊടുക്കണ്ട. നിങ്ങൾ കടയിൽ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ടർ കോഴി കൊടുക്കേണ്ട കോഴികൾക്കാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടറിൽ നിന്ന് തന്നെ പോയി പറഞ്ഞ് മേടിക്കുക, അതേപോലെ ഗ്രോവറിൽ നിന്ന് പോയി പറഞ്ഞ് മേടിക്കുക. അല്ലാണ്ട് നിങ്ങൾ പീടികയിൽ ചെന്നിട്ട് മുട്ടത്തീറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കടക്കാരെന്താ ചെയ്യുക, അവരെന്താണോ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് വെച്ചാൽ അതാണ് നിങ്ങൾക്ക് തരിക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ലെയർ മാഷിനോ ലെയർ പെല്ലറ്റിനോ ആണ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെന്നിട്ട് കോഴികൾക്ക് കൊടുക്കണ തീറ്റാന്ന് പറഞ്ഞാൽ അവരെടുത്ത് ചിലപ്പോൾ സ്റ്റാർട്ടറുള്ളൂ അല്ലെങ്കിൽ ഗ്രോവറുള്ളൂ വെച്ചാൽ അവർ ആ സ്റ്റാർട്ടറോ ഗ്രോവറോ അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എടുത്ത് തരും, നിങ്ങൾ അത് കൊടുക്കും. അപ്പോൾ മുട്ടയിടുന്ന കോഴികൾക്ക് നിങ്ങൾ സ്റ്റാർട്ടറും ഗ്രോവറും അല്ല കൊടുക്കേണ്ടത്, ലെയർ പെല്ലറ്റോ ലെയർ മാഷോ ആണ് കൊടുക്കേണ്ടത്. അപ്പോഴാണ് അവരുടെ മുട്ടോൽപാദനം കൂടി കിട്ടുള്ളൂ. മുട്ടയിടാനുള്ള എല്ലാ സപ്ലിമെൻറ്റ്സും ആ ലെയർ പെല്ലറ്റിലോ ലെയർ മാഷിലോ ആണ് അടങ്ങിയിരിക്കുന്നത്. അത് ആ സമയത്താണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ 3-4 മാസമാവുന്ന സമയത്ത് മുട്ടത്തീറ്റാന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ലെയർ മാഷോ ലെയർ പെല്ലറ്റോ കൊടുത്ത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് പിന്നെ എങ്ങനെ നിങ്ങളെ കോഴികൾ മുട്ടയിടുക? അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും നിങ്ങൾ കാണിക്കരുത്. ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ലെയർ പെല്ലറ്റിനെ കുറിച്ചിട്ടും ലെയർ മാഷ്, ഗ്രോവർ, ഫിനിഷർ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇവിടെ അടുത്തുള്ളത് തന്നെയാണ്, അവർ കോഴികൾക്ക് ഫിനിഷർ കൊടുക്കുന്നത് ഞാൻ കണ്ടു ഒരു ദിവസം പോയപ്പോൾ. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഫിനിഷർ. അപ്പോൾ അവരെ കോഴികളൊക്കെ നല്ല തടി, നല്ല കൊഴുത്ത്, നല്ല കോഴികൾ, ശരിക്കുള്ള നാടൻ കോഴികൾ എന്ന് പറഞ്ഞാൽ അധികം വെയിറ്റ് വെക്കില്ല. അത് നിങ്ങൾക്കറിയാലോ, അധികം വെയിറ്റ് വെക്കില്ല. എങ്ങനെ പോയാലും അവർ വെയിറ്റ് വെക്കില്ല. ഈ കോഴികൾ നല്ല ഗ്ലേസിങ്ങും നല്ല വെയിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ, ഫിനിഷർ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇറച്ചി വെക്കുക തന്നെ ചെയ്യുക. ഫിനിഷർ ഒരിക്കലും കോഴികൾക്ക് കൊടുക്കരുത്. ഫിനിഷർ എവിടേക്കാണ് കൊടുക്കുക? പൂവൻ കോഴികളുണ്ടാവുമല്ലോ, അവർക്കാണ് ഫിനിഷർ കൊടുക്കുക. എന്തിനാണ് ഫിനിഷർ കൊടുക്കുന്നത്? അത് തൂക്കം വെക്കാൻ വേണ്ടിയിട്ടാണ് ഫിനിഷർ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രോയിലറൊക്കെ വളർത്തുന്ന ആളുകൾ 40-45 ദിവസം കൊണ്ട് അവർക്ക് ഇത്ര വെയിറ്റ് കൂടിയാലാണ് അവർക്ക് അതിനുള്ള പൈസ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടുന്ന കോഴികൾക്കാണ്. അല്ല നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഫിനിഷർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പൂവൻ കോഴികളൊക്കെ കടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് വളർത്താൻ പറ്റില്ല. അതേപോലെ ഒരാൾക്ക് കൊടുക്കാനും പറ്റാത്ത പൂവൻ കോഴിയാണെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കടയിലേക്കാണ് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഒരാഴ്ച ആ കോഴീനെ കൂട്ടിലിട്ടിട്ട് ഫിനിഷർ മാത്രം കൊടുക്കുക. അപ്പോൾ ആ കോഴി എന്ത് ചെയ്യും? നല്ല വെയിറ്റ് വെക്കും. അപ്പോൾ കടയിൽ ചെന്നിട്ട് തൂക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ കൂട്ടി കിട്ടും. അപ്പോൾ പൂവൻ കോഴികൾക്ക് മാത്രമേ നിങ്ങൾ ഫിനിഷർ കൊടുക്കാൻ പാടുള്ളൂ. ഒരിക്കലും പെടക്കോഴികൾക്ക് പോയിട്ട് ഫിനിഷർ കൊടുക്കരുത്. ഫിനിഷർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പെടക്കോഴികൾ നല്ല തടിയും നല്ല ഗ്ലേസിങ്ങും നല്ല തടിയൊക്കെ ആയിട്ട് നല്ല ഇറച്ചി വെച്ച് ഇങ്ങോട്ട് വരും. നമുക്ക് ഇറച്ചി വെച്ചാൽ എന്താ പ്രശ്നം? നെയ്യ് കെട്ടിയാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? നമുക്ക് കോഴികൾ മുട്ടയിടില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരണ്ടേ. ഇതിപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്താൽ എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. ഫിനിഷറും കൊടുക്കരുത്, ലെയർ പെല്ലറ്റും ലെയർ മാഷും കൊടുക്കരുത്, ഗ്രോവറും സ്റ്റാർട്ടറും വേറെ പ്രായത്തിനനുസരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ.